1931 മുതൽ വിശുദ്ധ ഫൗസ്റ്റീന കൊവാൽസ്കയ്ക്ക് ലഭിച്ച ദൈവകരുണയെപ്പറ്റിയുള്ള സ്വർഗീയ വെളിപാടുകളാണ് പിൽക്കാലത്ത് ദൈവകരുണയുടെ തിരുനാൾ ദിനാചരണത്തിന് നിദാനമായത്. 1931 ഫെബ്രുവരി 22 പോളണ്ടിലെ പ്ലോക്കിൽ മഠത്തിലെ മുറിയിലായിരിക്കെ സന്ധ്യാസമയത്ത് വെള്ളവസ്ത്രം ധരിച്ച യേശു ഒരു കൈ അനുഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചും മറ്റേ കൈ മാറിടത്തിൽ വസ്ത്രത്തെ സ്പർശിച്ചും അവൾക്ക് പ്രത്യക്ഷനായി. മാറിടത്തിൽ വസ്ത്രത്തിന്റെ തുറന്നിരിക്കുന്ന ഭാഗത്തു നിന്ന് ചുവന്നതും മങ്ങിയതുമായ 2 വലിയ പ്രകാശരശ്മികൾ പുറത്തേക്ക് ബഹിർഗമിക്കുന്നത് അവൾ കണ്ടു. ദർശനം കണ്ട ഫൗസ്റ്റീന ഭയഭക്തി ബഹുമാനങ്ങളാൽ താൻ സ്തംഭിച്ചുപോയി എന്ന് തന്റെ ഡയറിയിൽ കുറിക്കുകയുണ്ടായി. ദർശനത്തിൽ കണ്ടവിധമുള്ള കരുണയുടെ യേശുവിന്റെ ചിത്രം വരയ്ക്കാനും അതിന് താഴെയായി ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് ആലേഖനം ചെയ്യാനും പ്രസ്തുത ചിത്രം ആത്മാക്കളുടെ രക്ഷയ്ക്കായി ലോകമെങ്ങും വണങ്ങപ്പെടുമെന്നും യേശു വെളിപ്പെടുത്തിയതായും ഡയറിയിൽ വിവരിക്കുന്നു. ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആചരിക്കപ്പെടണമെന്നും യേശു വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് സന്ദേശം നൽകുകയുണ്ടായി. 1935 സെപ്റ്റംബറിൽ കരുണയുടെ ജപമാല ദിവ്യനാഥൻ ഫൗസ്റ്റീനയ്ക്ക് പറഞ്ഞുകൊടുക്കുകയുണ്ടായി. സർവ്വലോകത്തോടും തന്റെ കരുണയെപ്പറ്റി പറയണമെന്നും ഇത് യുഗാന്ത്യത്തിന്റെ അടയാളമായിരിക്കുമെന്നും അതിനുശേഷം നീതിയുടെ സമയം ആഗതമാകുമെന്നും യേശു ഫൗസ്റ്റീനയ്ക്ക് നൽകിയ വെളിപ്പെടുത്തലുകൾ ആഗോളസഭ മുഴുവനിലും വ്യാപിപ്പിക്കുന്നതിനായി അവിശ്രാന്തം പരിശ്രമിച്ച സ്വർഗത്തിന്റെ ഉപകരണമായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. 2000 ഏപ്രിൽ 30 ഈസ്റ്റർ കഴിഞ്ഞുള്ള ഞായറാഴ്ച ഫൗസ്റ്റീനയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ വേളയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പ്രസ്തുത ഞായറാഴ്ചയെ ദൈവകരുണയുടെ തിരുനാൾ ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.